സ്വാഗതം ആശംസിക്കുന്നതിനായി ആർദ്രത ഫെലോഷിപ്പിന്റെ അഭ്യുദയകാംക്ഷിയും അടുത്ത സുഹൃത്തുമായ ഡോക്ടർ തോമസ് ചാക്കോയെ ക്ഷണിക്കുന്നു. സദസ്സിൽ നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ ആർദ്രത ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ആർദ്രത ചെയ്യുന്ന പല പ്രവൃത്തികളും ചാരിറ്റബിൾ എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും ചാരിറ്റിയാണ് ചെയ്യുന്നതെന്ന് ആർദ്രത ഒരിക്കലും അവകാശപ്പെടുകയില്ല. കാരണം ചാരിറ്റിയാണ്. അവസരങ്ങളെ നിഷേധിക്കപ്പെട്ടവർക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നതാണ് ആർദ്രതയുടെ പ്രധാനമായ ദൗത്യം. ആ ഫിലോസഫി, ആ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ആർദ്രത പ്രവർത്തിച്ചത്. ആർദ്രതയുടെ മുഖമുദ്ര ലാളിത്യം, എല്ലാ കാര്യങ്ങളിലും ലളിതമായ പ്രവർത്തന രീതി, അതിലാണ് ആർദ്രത. ആർദ്രതയുടെ മുഖ്യ സ്പോൺസറായ പ്രൊഫസർ PC വർഗീസ് സാർ തന്നെ ലാളിത്യത്തിന്റെ ആൾരൂപം എന്ന് പറയും. നേരെ വിളക്കുമ്പോൾ സാറിനെ സൈക്കിളിൽ കാണുമ്പോൾ ഞങ്ങൾ പറയാം, PC വർഗീസ് സാറ് സൈക്കിളിൽ ഞാൻ ആരംഭിച്ചു. ആ സൈക്കിളിൽ ഇവിടെയൊക്കെ നടന്ന് ആവശ്യമുള്ളവർക്കും പിടിക്കുകയില്ല, കഴിയാത്തില്ല, ഇതൊക്കെ സപ്ലൈ ചെയ്ത് ഇങ്ങനെ തികച്ചും ലളിതവും ആർഭാടരഹിതവുമായ ജീവിതം നയിക്കുന്ന PC വർഗീസ് സാറിന്റെ ആ ജീവിത ദർശനത്തിന്റെ ഒരു ബഹിർസ്ഫുരണമാണ് ആർദ്രതയെ എത്തുന്നത്. ആ സാറിനെ ആ സമയത്ത് അതിന്റെ ആദ്യഘട്ടങ്ങളിലും തുടർന്നുള്ള വർഷങ്ങളിലും വളരെ ശക്തമായി സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത വിശിഷ്ട വ്യക്തി ഇവിടെ സദസ്സിൽ വേദിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികൾ, അവരും അവരുടെയും ജീവിതത്തിന്റെയും പ്രവർത്തനത്തിന്റെയും മുഖമുദ്ര ലാളിത്യമാണ്. റവറൻഡ് ഡോക്ടർ PJ ജോഷുവ അച്ഛൻ എന്ന അനുഗ്രഹ പ്രഭാഷണത്തിനായി നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നോട്ടീസ് അടിക്കുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ സാറിനോട് പറഞ്ഞാൽ ജോഷുവ അച്ഛൻ്റെ പേര് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹ പ്രഭാഷണം ഒന്നും വെക്കണ്ട, ജോഷുവ അച്ഛൻ മാത്രം വെച്ചാൽ മതി. കാരണം ജോഷുവ അച്ഛൻ വായ തുറന്നാലോ വേദന തുറന്നാലോ അനുഗ്രഹമാണ്. അറിവിന്റെയും പഠിപ്പിച്ചും നേടിയെടുത്ത അറിവിന്റെയും ജീവിത അനുഭവങ്ങളുടെയും ആഴക്കടലിൽ നിന്ന് വിശ്വാസം കൊണ്ട് കടന്നെടുത്ത അമൃത ബിന്ദുക്കൾ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന ജോഷുവ അച്ഛൻ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യം. അച്ഛനെ ശരിക്കും പറഞ്ഞാൽ അച്ഛനെ നേരിട്ട് കാണുന്നത് കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ വെച്ചാണ്. പക്ഷെ ഉടനെ എനിക്ക് പിടികിട്ടി ഞായറാഴ്ചത്തെ TJ ഇയാളുണ്ട്. അതുകൊണ്ട് അച്ഛനെ ഇന്ന് നമ്മുടെ അനുഗ്രഹത്തിന് അച്ഛൻ നമ്മുടെ മനസ്സിൽ വന്നിരിക്കുന്നു. അച്ഛൻ്റെ ജീവിത ദൗത്യം തന്നെ, അച്ഛൻ്റെ പ്രൊഫഷണൽ ദൗത്യം തന്നെ അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം മനുഷ്യരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു മാധ്യമം ആണ് ജോഷുവ അച്ഛൻ. അച്ഛൻ നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്. ആ അച്ഛനെ നമുക്ക് കുടുംബത്തിലേക്ക് സ്വാഗതം. യേശുക്രിസ്തു പറഞ്ഞു, ശാപത്ത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്, മനുഷ്യർ ശാപത്തിന് വേണ്ടിയുള്ളതാണ്. അതായത് ഒന്നിനെ ശാപത്തിന്റെ ബലിയാടാക്കാനുള്ളതല്ല മനുഷ്യൻ, തിരിച്ച് ശാപത്ത് മനുഷ്യർക്ക് പ്രയോജനമുള്ളതാണ്. ജസ്റ്റിസ് KT തോമസ് നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇതേ നിലപാടുള്ള ഒരു വ്യക്തി. നിയമം എന്ന് പറഞ്ഞ മനുഷ്യനെ എന്ത് വില കൊടുത്തും, മാനുഷികമായി എന്ത് വില കൊടുത്തിട്ടും നിയമത്തെ സംരക്ഷിക്കുക എന്നുള്ളതല്ല, മനുഷ്യനെ രക്ഷിക്കുക. ബലഹീനനായ മനുഷ്യൻ സ്വയം രക്ഷിക്കുവാനോ സ്വയം പീഡിപ്പിച്ചവരെ ശിക്ഷിക്കുവാനോ കഴിവില്ലാത്ത മനുഷ്യർക്ക് സംരക്ഷണമാകുന്ന ഒരു സംഹിതയാണ് നിയമം എന്ന് വിശ്വസിക്കുകയും അത് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു ജസ്റ്റിസാണ് മിസ്റ്റർ ജസ്റ്റിസ് KT തോമസ്. അദ്ദേഹവും ഇന്ന് നമ്മുടെ മധ്യസ്ഥനാണ്. അദ്ദേഹം
ഈശ്വരി സാറിന്റെ ആദ്യകാലത്തെ ഇതുവരെയും വളരെ ശക്തമായി എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. ജസ്റ്റിസ് തോമസ് നിങ്ങളോട് വന്നിരിക്കുന്നതും നമുക്ക് അനുഗ്രഹമാണ്. അദ്ദേഹത്തെയും നമ്മുടെ മധ്യത്തിലേക്ക് ലാളിത്യത്തിന്റെ മറ്റൊരു മുഖമാണ് ഡോക്ടർ പാരക്സ്. വസ്ത്രധാരണത്തിലും സംസാര രീതിയിലും കുറിക്കുന്ന മരുന്നിലും ഉപദേശിക്കുന്ന വ്യായാമത്തിലും എല്ലാം ലാളിത്യം വേണമെന്ന് ഘടിപ്പിക്കുന്ന ഒരു സീനിയർ ഡോക്ടറാണ് ഡോക്ടർ പാരക്സ്. വ്യായാമം എന്ന് പറഞ്ഞതുകൊണ്ട് തലയിൽ കുത്തി നിൽക്കണമെന്നോ ഓടിച്ചാടി നടക്കണമെന്നോ ഒന്നുമല്ല. മര്യാദയ്ക്ക് ഒരു 40-50 മിനിറ്റ് നടന്നാൽ മതി എന്ന് ഡോക്ടർ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം ഇന്ന് നമ്മുടെ മധ്യ വന്ന സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിൽ നമ്മെ സഹായിക്കാൻ അദ്ദേഹത്തെ ഡോക്ടർ പി കെ കരുണ, ഞാൻ ഉൾപ്പെടെ കോളേജിന്റെ സാറാണ്. CSI മധ്യകേരള മഹാവിദ്യാലയത്തിലെ വളരെ സീനിയർ വൈദികനാണ്. ഇതിലൊക്കെ ഉപരി ഇപ്പോൾ വൈസിനറി സെലിബ്രേറ്റ് ചെയ്യുന്ന കോളേജും സഭയും ഒക്കെ ധാരാളം ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ മധ്യേ അദ്ദേഹം നമ്മുടെ കൂടെ വരുവാനും കുറച്ച് സമയം നമ്മളോട് ചെലവഴിക്കുവാനും നമ്മളോട് സംസാരിക്കുവാനും സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വീകരിച്ചിലേക്ക് പ്രവർത്തിക്കും. പിന്നെ നിരവധി പേരുകൾ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ സാധ്യമായതിനേക്കാൾ അപ്പുറം ഒരുപാട് പേര് ആർദ്രതയെ സഹായിക്കുകയും ആർദ്രതയെ തുടരായി സപ്പോർട്ട് ചെയ്യുകയും ആർദ്രതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ ആർദ്രതയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ ഇവിടെ വന്നിരിക്കുന്ന സമർത്ഥരായ വ്യക്തികളും അവരുടെ മാതാപിതാക്കളും. ആർദ്രതയുടെ ഉദ്ദേശം സഫലമാകുന്നത് അവരിലൂടെയാണ്. അവരെ അഭ്യുദയകാംക്ഷികളായിട്ട് എത്തിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ആർദ്രതയുടെ താമസത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓരോരുത്തരുടെയും പേര് പറയാൻ സാധിക്കാത്ത ചിലരുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിക്കുന്നുണ്ട്. ഞാൻ മലങ്കര സഭാ ഗുരുക്കന്മാരുടെ ഗുരുവായ പ്രശസ്ത വാഗ്മിയും ചിന്തകനും എഴുത്തുകാരനും എല്ലാമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോഷു അച്ഛനെ അനുഭവ പ്രഭാഷണത്തിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ഇവിടെ ആർദ്രതയുടെ പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും അനുഭവക്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഇത് 14ാമത്തെ വാർഷികമാണ് ആർദ്രതയുടെ. ഈ കഴിഞ്ഞ 13 വാർഷികത്തിൽ നിന്ന് സംബന്ധിക്കുവാനും സംസാരിക്കുവാനും ദൈവം എനിക്ക് അവസരം തന്നു. ഈ പ്രാവശ്യം 14ാമത്തെ വാർഷികത്തിൽ നിന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആർദ്രത എന്നുള്ള വാക്ക്, അതിൻ്റെ അർത്ഥം അലിവ്, ദയ, നനവ് എന്നൊക്കെ ആണ്. അതുകൊണ്ട് ഈ ആർദ്രത സൂചിപ്പിക്കുന്നത് ഒരു അലിവിൻ്റെ അനുഭവത്തെ വെളിപ്പെടുത്തുന്നതായിട്ടാണ്. മനസ്സലിവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രകടമായിരുന്ന ഒരു മനോഭാവമാണ് ആർദ്രത എന്നുള്ളത്. ഏതാണ്ട് പല പ്രാവശ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ പറ്റി സുവിശേഷകന്മാർ രേഖപ്പെടുത്തുമ്പോൾ മനസ്സലിക്കുന്നു എന്നിങ്ങനെ ആവർത്തിച്ച് നാം കേൾക്കുന്ന ഒന്നാണ്. അങ്ങനെ മനസ്സലിക്കുവാൻ സാധിക്കുന്നതിന് കാരണം സ്ഥായിയായ സ്നേഹം മനസ്സിൽ ഉള്ളതുകൊണ്ടാണ്. സ്നേഹത്തിൻ്റെ ഉറമയിൽ നിന്ന് പുറപ്പെടുന്നതാണ് ആർദ്രത എന്നുള്ളത്. സ്നേഹമില്ലാത്തവർക്ക് നിന്ന് ആർദ്രതയുണ്ടാവുന്നില്ല. അതുകൊണ്ട് കർത്താവ് ജീവിതത്തെ എപ്പോഴും സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായിരുന്നതുകൊണ്ട് അവിടുത്തെ
അവിടുത്തെ വാക്കിലും പ്രവൃത്തിയിലും യേശുവിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഈ ആർദ്രത നിറഞ്ഞു നിന്നിരുന്നു, തിളങ്ങി നിന്നിരുന്നു എന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിൻ്റെ മനസ്സ് തന്നെ നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന്. ആ ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രാപിച്ചിട്ടുള്ളവർക്കാണ് ഈ പരിസരികൾ തോന്നുന്നത് ആർദ്രത ഉണ്ടാകുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രാപിക്കുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ പരീസാണെന്ന് ഞാൻ കുഞ്ഞുമോനെ വിളിക്കുന്നത്, ഞാൻ അന്ന് മുതൽ പരിചയപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ആ ക്രിസ്തുവിൻ്റെ മനസ്സ് ഒരു വിധത്തിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ ആർദ്രതയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിരിക്കുന്ന പ്രചോദനവും അത് പ്രവർത്തിക്കുവാനുള്ള ഉത്സാഹവും എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. ഈ സ്നേഹം എന്നുള്ളത് അത് പ്രവൃത്തി വരുമ്പോഴാണ് സ്നേഹത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത്. എന്നാൽ ഇന്ന് സ്നേഹത്തെക്കുറിച്ച് പറയുന്നതല്ലാതെ അത് പ്രവൃത്തി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് യോഹന്നാൻ ശ്ലീഹായെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, നാം വാക്കിനാലും നാവിനാലും അല്ല, പിന്നെ സത്യത്തിലും പ്രവൃത്തിയിലും സ്നേഹിക്കണം. നന്നായി ഭംഗിയായി തെറ്റാൻ വാക്ക് പറയുന്നതും അതുപോലെ തന്നെ നല്ല കൃത്യമായി സംസാരിക്കുന്നതുമല്ല, നേരെ മറിച്ച് നമ്മുടെ സത്യത്തിലും പ്രവൃത്തിയിലും ആ സ്നേഹം വെളിപ്പെടുത്തുവാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ഓർക്കുന്നു. ഇത് ഇന്നത്തെ ചിന്താവിഷയം എന്ന പങ്ക്തിയിൽ ഞാൻ എഴുതിയിട്ടുള്ളതാണ്. ഒരു സ്ത്രീ അവളുടെ പാർപ്പിടം ഇല്ലാതായി. അവൾ വളരെ പ്രയാസപ്പെട്ട ഒരു അവസ്ഥയിൽ സമീപത്തെ വൈദികന്റെ അടുക്കൽ ചെന്ന് തൻ്റെ അവസ്ഥയും തൻ്റെ ആവശ്യവും തൻ്റെ പ്രയാസവും എല്ലാം അറിയിച്ചു. തനിക്കൊരു പാർപ്പിടമില്ല, അതിന് വേണ്ട സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞ് അവളുടെ ആവശ്യത്തെ അദ്ദേഹത്തിന് മുമ്പിൽ ഭംഗിയായി അവർ അവതരിപ്പിച്ചു. അദ്ദേഹം അത് എല്ലാം കൃത്യമായി കേട്ടുകൊണ്ടിരുന്നു, ശ്രദ്ധാപൂർവം കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊള്ളാം, ഇങ്ങോട്ട് പോയാട്ടെ എന്ന് പറഞ്ഞ് അവളെ അയച്ചു. അതിനുശേഷമായിട്ട് ആ സ്ത്രീ അല്പം വേദജ്ഞാനമുള്ള ഒരു സ്ത്രീയായിരുന്നു, അല്പം കവിതാഭാവനയുള്ള ഒരു സ്ത്രീയായിരുന്നു. അവളൊരു കവിത കഥാവിലെ വാക്കുകൾ കടമെടുത്തുകൊണ്ട്, ഞാൻ യോഗിയായിരുന്നു, ഞാൻ കലാകേന്ദ്രനായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു എന്നൊക്കെ കർത്താവ് പറയുന്ന ആ ഭാഗത്തെ വാക്യം കടമെടുത്തുകൊണ്ട് അവൾ എഴുതി. അത് ഇപ്രകാരമാണ്. അത് എൻ്റെ വിചാരത്തിൽ മനസാക്ഷിയുള്ള മത നേതാക്കന്മാരെ നൊമ്പരപ്പെടുത്താൻ പറ്റിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് വിശന്നു, എന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഒരു സമിതിയെ നിയമിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു. നിങ്ങൾ ശാന്തമായി നിങ്ങളുടെ ചാപ്പലിലേക്ക് പിൻവാങ്ങി എൻ്റെ വിമോചനത്തിനായി പ്രാർത്ഥിച്ചു. ഞാൻ നഗ്നനായിരുന്നു. നിങ്ങൾ എൻ്റെ വേഷത്തിൻ്റെ ധാർമ്മികതയെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു, എനിക്ക് കൊടുക്കാൻ കൊടുക്കല്ലാതെ. ഞാൻ യോഗിയായിരുന്നു. നിങ്ങൾ മുട്ടുകുത്തി ദൈവം നിങ്ങൾക്ക് തന്ന ആരോഗ്യത്തിനായി ദൈവത്തെ സ്തുതിച്ചു. ഞാൻ പാർപ്പിടം ഇല്ലാത്തവനായിരുന്നു. ദൈവസ്നേഹമാകുന്ന ആത്മീയ ഭവനത്തെ പറ്റി നിങ്ങൾ എന്നോട് പ്രസംഗിക്കുകയും മാത്രമല്ല, കൈപ്പണിയല്ലാത്ത നിത്യഭവനം സ്വർഗത്തിലുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. എത്ര വാചാലമായി അവൾ ആ കാര്യത്തെ അവതരിപ്പിച്ചു എന്ന്. ഇതല്ലേ ഇന്ന് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പങ്ക് ഇത് തന്നെയാണ്. ഭംഗിയായി പ്രാർത്ഥിച്ചുകൊള്ളാം എന്ന് പറയും, നല്ല പഞ്ചാരം വാക്കുകൾ അവരോട് പറയും, ആവശ്യക്കാരോട് പറയും. പക്ഷേ അവിടെ കരുതലിൻ്റെതായ കരം നീട്ടുവാനും, വിശപ്പിൻ്റെ വിളി കേൾക്കുവാനും, രോഗത്തിൻ്റെ നിലവിളി ശ്രദ്ധിക്കുവാനും
പലപ്പോഴും സാധിക്കാതെ പോകുന്ന ഒരു അനുഭവമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ളത്. അതിന് ഒരു അപവാദമാണ് ഈ പ്രിയപ്പെട്ട തിരുമോൻ നടത്തുന്ന ആർദ്രതയുടെ ഈ മഹത്തായ സേവനം എന്ന് ഞാനിവിടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. തത്വങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും ആ കുമ്പാരത്തിൽ ഉപരിയായിട്ട് കരുണയുടെയും സ്നേഹത്തിൻ്റെയും കാര്യത്തിൻ്റെയും പ്രവർത്തനങ്ങൾ അതിനാണ് ഇന്ന് പ്രസക്തി ഉള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മതം എന്ന് പറയുന്നത് കുറേ വേദശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ കുമ്പാരമായി അതിനെ തരം താഴ്ത്താതെ അതെന്നും പ്രവർത്തനനിരതമാണ്. എങ്ങനെയുള്ളവർക്ക് അതാണ് അന്ത്യത്തിൽ കത്താൽ വെളിപ്പെടുത്തുന്നത്. നാം കേട്ടതുപോലെ രോഗത്തിലിരിക്കുന്നവർക്കും നഗ്നരായിരിക്കുന്നവർക്കും വിശപ്പിൽ കഴിയുന്നവർക്കും വേണ്ടിയിരിക്കുന്ന സഹായം ചെയ്തു കൊടുക്കുന്നതാണ് മൗലികമായ കർത്തവ്യം. അതോടൊപ്പമാണ് സുവിശേഷത്തിൻ്റെതും പറയേണ്ടത്. ആത്മാവ് ശരീരത്തിൽ ആവസിക്കുന്നത്, ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ആത്മാവിനെ കടിഞ്ഞാണിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം എന്നാരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അത് ഭൗത്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ ഒരു ചിന്ത മതചിന്തകന്മാരിലും പ്രവർത്തകരിലും വരുത്തേണ്ടത് ആവശ്യമാണ്. അതിന് ഒരു മനസ്സാക്ഷി മറ്റുള്ളവരെ ബുദ്ധി നോക്കിക്കുവാൻ പര്യാപ്തമാണ് ഈ ആർദ്രതയുടെ പ്രവർത്തനം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു താപസ ശ്രേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, അന്ധകാരം നീങ്ങി പ്രകാശം വന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതായത് രാത്രി കഴിഞ്ഞു പ്രഭാതമായി എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഒരു ശിഷ്യൻ അകലെയുള്ള ഒരു വൃക്ഷം കണ്ടിട്ട് അത് മാവല്ല പ്ലാവാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ പ്രകാശമായി. മറ്റൊരു ശിഷ്യൻ അകലെ കൂടി പോകുന്ന ഒരു മൃഗത്തെ കണ്ടിട്ട് അത് പട്ടിയല്ല കുറുക്കനാണ് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പ്രകാശം വന്നു എന്ന് മനസ്സിലാക്കാം. മറ്റൊരു ശിഷ്യൻ ഒരു റോസാ പുഷ്പം കണ്ടിട്ട് അതിന്റെ നിറം ചുവപ്പ് അല്ല റോസാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ ഈ ഉത്തരങ്ങളെല്ലാം കേട്ടിട്ട് ആ ഗുരു അവരോട് പറഞ്ഞു, അല്ല 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 ഇതൊന്നുമല്ല. പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം അവർ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു, അന്ധകാരം നീങ്ങി പ്രഭാതം വന്നു എന്ന് നാം അറിയുന്നത് ഒരു മനുഷ്യനെ കണ്ടിട്ട് അയാൾ എന്റെ സഹോദരനോ സഹോദരിയോ ആകുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ്. അല്ലാത്ത പക്ഷം സമയം എത്ര മണി ആയാലും അന്ധകാരം തന്നെയാണ്. ഈ ഒരു പ്രകാശത്തിന്റെ സഹോദരനായി മറ്റുള്ളവരെ കാണുവാൻ, പ്രത്യേകിച്ച് അവശതയിലും ആവശ്യത്തിലും ഇരിക്കുന്നവരെ തിരിച്ചറിയുവാൻ അത് എൻ്റെ സഹോദരനാണ് എന്നുള്ള ഒരു ബോധത്തോടെ അവരിലേക്ക് സഹായത്തിന്റെ കൈ നീട്ടുവാൻ തക്കവണ്ണമുള്ള ഒരു ചലഞ്ചാണ്, വെല്ലുവിളിയാണ് ഈ ആഗ്രഹയിൽ കൂടി സംബന്ധിക്കുന്ന നമുക്കൊക്കെയും നൽകുന്നത് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇത് നിശ്ചയമായിട്ടും ആർഭാടമില്ലാതെ ഒച്ചപ്പാടില്ലാതെ സ്വാഗത പ്രസംഗൻ പറഞ്ഞതുപോലെ ഏറ്റവും ലാളിത്യത്തിന്റെ പര്യായമായി തീർന്നുകൊണ്ട് വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതെ, എന്നാൽ അതേസമയത്ത് തികഞ്ഞ ആത്മാർത്ഥതയോടെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം മുൻ വർഷങ്ങളെക്കാൾ അധികമായി ഈ വർഷം ഇതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ, ഇതിനുവേണ്ടി പിന്തുണ നൽകുവാൻ വലിയൊരു സമൂഹം ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ അതിന് വേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനകളും അതോടൊപ്പം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹീത വാക്കുകൾക്ക് ആർദ്രത, സ്നേഹം, കരുണ എങ്ങനെയായിരിക്കണമെന്നുള്ള വിശദീകരണത്തിന് പ്രത്യേകം നന്ദി. ആർദ്രത ഫെലോഷിപ്പ് എന്നും ബഹുമാനപ്പെട്ട ജോഷുവാച്ചനോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ പരമോന്നത ന്യായപീഠത്തിൽ ജഡ്ജിയായിരുന്ന പത്മഭൂഷൺ ജസ്റ്റിസ് കെ ടി തോമസ് സാറിനെ
അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള മഹത്തുക്കൾ, ഞാൻ ജോലിയിൽ നിന്നും വിരമിച്ചിട്ട് ഒരു 14ാമത്തെ കൊല്ലമാണ്. ആർദ്രത ഫെലോഷിപ്പിൻ്റെ വയസ്സ് 14. ഞാൻ കോട്ടയത്ത് വന്നപ്പോൾ ആർദ്ര ഫെലോഷിപ്പിൻ്റെ ജീവനാടി വയമായ സാറ് ഞാനുമായുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ പരിചയം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഫെലോഷിപ്പിന് അദ്ദേഹം രൂപം കൊടുക്കാനിടയായത് സംസാരത്തിനിടയിൽ കൊടുക്കും. അദ്ദേഹത്തിന് ജോലിയിൽ നിന്നും വിരമിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം കൊടുത്തിട്ടുള്ള വിജ്ഞാനമായി പുതിയ തലമുറയിലെ ആളുകൾക്ക് പകർന്നു കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന് നേടുവാൻ സാധിച്ച പ്രതിഫലം അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുത്തു തുടങ്ങിയാണ് ആർദ്രത ഫെലോഷിപ്പ് ആരംഭിച്ചത്. ഞാൻ ആദ്യമൊക്കെ കാലം തൊട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ സമയം മുതൽ ഫാദർ പി.കെ. ജോഷുവ അച്ഛനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അച്ഛനിപ്പം നിങ്ങളോടിവിടെ സംസാരിക്കുന്ന സമയത്ത് നല്ല ഊർജ്ജസ്വലനായി അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ അച്ഛൻ്റെ പ്രായം ആദ്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം കേട്ടത് 58 എന്നായിരുന്നു. അച്ഛനോട് ഞാനത് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കേട്ട ഒരു തന്നെ ശരിയാണെങ്കിൽ അത് 88 എന്നാക്കി തിരിച്ചോന്നു. 88 വയസ്സ് 58 വയസ്സായിട്ട് എനിക്ക് തോന്നാൻ കാരണം ഫാദർ പി.കെ. ജോഷുവയിൽ അടങ്ങിയിരിക്കുന്ന അനുഗ്രഹീതമായ സൃഷ്ടികളാണ്. അദ്ദേഹം അത് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചയും നമ്മളത് അനുഗ്രഹത്തോടുകൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു, നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരു വലിയ നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം അപകടകരമായ ഒരു രോഗം വന്നത് അദ്ദേഹത്തിൻ്റെ നാവാണ്. ഫാദർ പി.കെ. ജോഷുവയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപ്പകാലത്ത് കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ശക്തി അദ്ദേഹത്തിൻ്റെ നാവിന് ക്യാൻസറുണ്ട്. നാവിനെ ക്യാൻസർ ബാധിച്ച മറ്റൊരച്ഛൻ വളരെ നന്നായി പ്രസംഗിക്കാൻ സാധിക്കുന്ന ഒരച്ഛൻ ഞാൻ ഉൾപ്പെട്ട പള്ളിയിലെ വികാരിയായിരുന്നു അദ്ദേഹം. അതിനെ അതിജീവിക്കാൻ സാധിക്കാതെ 2 ദിവസം മുമ്പ് അദ്ദേഹം ക്യാൻസർ കൊണ്ട് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മറ്റന്നാൾ നടക്കുക. ഫാദർ പി.കെ. ജോഷുവയെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചത് മറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി ദൈവം കൊടുത്ത നാവ് അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഈ നാവ് ദൈവത്തിന് സമർപ്പിക്കാം. ദൈവം മറിച്ച് തീരുമാനിച്ചു, ഈ നാവ് സമൂഹത്തിന് സമർപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചതുകൊണ്ട് ഈ നാവ് കൊണ്ട് വീണ്ടും സുഖം പ്രാപിച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കൂടാതെ നാവ് പോലെ ശക്തമായി നിനക്കുണ്ടായിരുന്നതിന് ഞാൻ എൻ്റെ കയ്യിൽ തരുന്ന പേന കൊണ്ടും ശക്തമായിട്ട് നിനക്ക് സാധിക്കാൻ പറ്റുന്നു. നാവ് കൊണ്ടും പേന കൊണ്ടും ഫാദർ പി.കെ. ജോഷുവ ഇപ്പോൾ സമൂഹത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നതാണ് കാരുണ്യമെന്ന വാക്കിനകത്ത്. ഒരു പക്ഷേ ഞാൻ അറിഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും വലിയ കാരുണ്യ ഭവൻ എന്ന് പറയുന്നത് മിഷണറീസ് ഓഫ് ചാരിറ്റി കൽക്കട്ടയിൽ. ഞാൻ അവിടെ പോയപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മദർ തെരേസയെ കണ്ട സമയത്ത് ഇന്ന് ഫാദർ പി.കെ. ജോഷുവ ഇന്ന പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ധരിച്ച ചില വാക്യങ്ങൾ മദർ തെരേസ എഴുതി വെച്ചതിൻ്റെ ഒരു കോപ്പി ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് മദർ തെരേസ ഈ തെരുവിലെല്ലാം കാണുന്ന കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അവർക്ക് ജീവിതം കൊടുക്കുന്നതെന്നുള്ളതിന് അദ്ദേഹത്തെ മദർ തെരേസയെ പ്രേരിപ്പിച്ച ഉത്തേജകമായ പ്രേരണാശക്തി കണ്ടുപിടിച്ച വാചകമാണ് ഞാൻ നിങ്ങളെ കേട്ടത്.
ഒരുപാട് കോപ്പി എടുത്ത് പലർക്കും കൊടുക്കാറുണ്ട്. അതിലൊന്നാണ് അവരെങ്ങനെയായി കാണുന്നത് തെരുവിലെ അനാഥ ബാലനെ. The orphan is Jesus to me. അനാഥൻ എനിക്ക് യേശുവാണെന്നാണ്. The prisoner is Jesus to me. കടക്കലിൽ കിടക്കുന്ന കാരാഗ്രഹത്തിലെ തടവുകാരൻ എനിക്ക് യേശുവാണെന്നാണ്. The leper is Jesus to me. കുഷ്ഠരോഗി എനിക്ക് യേശുവാണെന്നാണ്. The wounded is Jesus to me. അത്രയും ഉണ്ടായിരുന്നെങ്കിൽ സാധിക്കില്ലായിരുന്നു. അദ്ദേഹം കടന്നുപോയി കഴിഞ്ഞില്ല. The criminal is Jesus to me. The prostitute is Jesus to me. ആ വാചകം വായിച്ചു കഴിഞ്ഞു വന്നപ്പോൾ ലോകത്തിൽ നമ്മൾ അടുക്കാൻ അനുവദിക്കുകയില്ല എന്ന് കാണുന്ന മനുഷ്യരെല്ലാം മദർ തെരേസായി യേശുവായി കാണുന്നതിനുള്ള പ്രേരകമുണ്ട്. അവരുടെ ആ മനസ്സിനകത്ത് കടന്നത് കൊണ്ടാണ് അവരെ ലോകത്തിലെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനത്തിന് അവരെ സംസ്കാരം തരാൻ സാധിക്കും. അപ്പോൾ കാരുണ്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും ഔദാര്യമല്ല, കിട്ടേണ്ട ആൾക്ക് അർഹിക്കുന്നതിന് ദൈവം വരാൻ കൊടുപ്പിക്കുന്നതാണ്. അതിനാണ് ഈശ്വരീസാറിൻ്റെ ആദ്യം 14 വർഷം മുമ്പ് ഞാൻ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ വചനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ വർഷവും ഇത് ഉത്തരോത്തരം ഇതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതല്ലാതെ ഒരിക്കൽ പോലും അതിനകത്ത് എണ്ണ വറ്റിപ്പോകുന്നതായി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇ ജെ ജോഷുവ അച്ഛന് 58 എന്ന് ഞാൻ 88 ഞാൻ തെറ്റിക്കെട്ടത് ശരിയായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇനിയും അദ്ദേഹം എപ്പോഴും 58 ആയിട്ടുള്ളൂ എന്ന് കരുതുകയാണെങ്കിൽ ഇനി എത്രയോ കൊല്ലങ്ങൾ കൂടെ ഈ ആർദ്രതാചാരത്തിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് ഇടവരുത്തട്ടെ എന്നുള്ള ആശംസയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അങ്ങയുടെ വിലയേറിയ വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. CSI സഭയിലെ സീനിയർ വൈദികനും മധ്യകേരള ഡയോസിസ് ബൈസെന്റിനറി ആഘോഷങ്ങളുടെ കൺവീനറും CMS കോളേജിലെ ബസാറുമായി പ്രവർത്തിക്കുന്ന റവറൻഡ് ഡോക്ടർ PK കുരുവിള അച്ഛനെ മുഖ്യ സന്ദേശം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ പത്മഭൂഷൺ മിസ്റ്റർ KP തോമസ്, അനുഗ്രഹ പ്രഭാഷണം തന്നെ നിർവഹിച്ച മലങ്കര സഹായം ബഹുമാനായ അതിനായ ഡോക്ടർമാർ, സദസ്സകാരികനായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ആർദ്രത ഫെലോഷിപ്പിൻ്റെ മുഖ്യ സംഘാടകനും അതിൻ്റെ ജീവാത്മകപരമായ ബഹുമാനപ്പെട്ട PC വർഗീസ്, ഏവർക്കും സ്നേഹമാണ്. ഞാൻ വളരെ ദിവസത്തെ വാക്കുകളുണ്ട് ഭയത്തോടും വിറയോടും കൂടി ജസ്റ്റിസ് KP തോമസ് സാറിൻ്റെയും ജോഷുവ അച്ഛൻ്റെയും മുമ്പിൽ ഞാൻ ഒന്നുകൂടെ തുറന്ന് സമ്മതിച്ചുകൊണ്ട് ഏൽപ്പിച്ചിട്ടുള്ള ഈ വാരം ഞാൻ വരുന്നു. വേദപുസ്തകത്തിലെ 2 വാക്യങ്ങൾ ആധാരമായി പറഞ്ഞു. ആനുകാലിക ലോകത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടതും എന്നാൽ മൂല്യങ്ങൾ കൊണ്ടുവന്ന് ആഗ്രഹിക്കുന്ന ചെറിയ സമൂഹത്തിൻ്റെ പ്രത്യേകത ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യാക്കോബ് പുസ്തക ലേഖനത്തിൽ 4-ാം അധ്യായത്തിലാണ് 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തത് പാപമാണ്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തത് പാപമാണ്. അപ്പോസ്തലരുടെ പുസ്തകം 20-ാം അധ്യായത്തിലെ 35-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വാക്കുകൂടി അത് കൂട്ടിച്ചേർക്കുന്നു: വാങ്ങുന്നതിനേക്കാൾ സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നത് നാടാണ്. കഴിഞ്ഞ 14 വർഷമായി കോട്ടയത്തും ഈ പ്രാന്തപ്രദേശങ്ങളുമായി അനേകം പ്രയോജനപ്രദമായ
ജീവകാരുണ്യ പ്രവർത്തനപ്രദമായ ഈ സംഘടന അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ ഞാൻ ആമുഖമായിട്ട് ഞാൻ അനുഭവിക്കുന്നു. തങ്ങളുടെ അർത്ഥം കൊണ്ടും തങ്ങളുടെ അനുഗ്രഹത്തെ പങ്കിട്ടുകൊണ്ടും ഇതിൽ പങ്കുചേരുന്നതുമായിട്ടുള്ള ദൈവം ഞാൻ നന്ദിയാണ്. ഈ നൂറ്റാണ്ടിലെ അറിയപ്പെട്ട ഇംഗ്ലീഷ് എഴുത്തുകാരുടെ സൗത്ത് ആഫ്രിക്കൻ കവിയായ ഗബ്രിയേൽ ഒക്കോര വളരെ പ്രസിദ്ധമായൊരു കവിത സമാഹാരം പുറത്തിറക്കുന്നത് നൂറുകണക്കിന് ആളുകൾ ഇന്ന് വളരെ പ്രതീക്ഷയോടെ വായിക്കുന്ന ഒരു പുസ്തകമാണ്. അതിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ ഒരിടത്ത്. പ്രായമായ ഒരു വൃദ്ധപിതാവ് തൻ്റെ കൊച്ചു മകളോട് സംസാരിക്കുന്ന സംഭാഷണമാണ് ആ കവിതയിലെ ഇരുവത്. അദ്ദേഹം പ്രായമായ പിതാവ് ചെറുമകനുമായി സംഭാഷിക്കുന്ന ആദ്യ വാക്യങ്ങളിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: Once upon a time, people used to laugh with their hearts and eyes. കണ്ണുകൊണ്ടും ഹൃദയം കൊണ്ടും ചിരിക്കുന്ന ആളുകൾ ഒരിക്കലും ഉണ്ടായില്ല. ഇപ്പോൾ നഷ്ടപ്പെട്ടതെന്നോർത്ത് വിരമിക്കുന്നതായ ഒരു പിതാവിനെ പോലെ അതിനുശേഷം പറയുകയാണ്, ഹൃദയം കൊണ്ട് ചിരിക്കാനുള്ള ബന്ധങ്ങൾ, ഹൃദയ തമ്മിലുള്ള ബന്ധങ്ങളാണ് അതിന് അടിസ്ഥാനം. കണ്ണുകൊണ്ട് ചിരിക്കാന്ന് പറയുമ്പോൾ അവരനെ അംഗീകരിക്കുകയും ഹൃദയബന്ധം പുതുക്കുന്നതായ ആ മൂല്യം നഷ്ടപ്പെട്ടുവെന്ന് വിലപിക്കുന്നതായ ഒരു വൃദ്ധപിതാവ്. അടുത്ത വരിയിൽ അദ്ദേഹം പറയുന്നത്, but now people they are laughing with their teeth. യോശുവച്ചൻ അതിനോട് ചേർന്ന് സന്ദേശം പറഞ്ഞു, ഇന്നാളുകൾ പല്ലുകൊണ്ട് ചിരിക്കുവാനായി ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതിൽ അങ്ങനെ ചിന്തിക്കുന്ന സമൂഹമായി സമൂഹം മാറ്റപ്പെട്ടുവെന്ന് ഈ കവി വിവരിക്കുന്നു. ഈ ചെറുമോനോട് അവസാനിപ്പിക്കുകയാണ്, ബട്ട് മൈ ഡിയർ സൺ, ഐ വാണ്ട് ടു റീലേൺ ഫ്രം യു. നിന്ന് എനിക്കിനിയും വീണ്ടും പഠിക്കുവാൻ ആഗ്രഹിക്കും. കാരണം ഹൃദയം കൊണ്ട് കണ്ണുകൊണ്ട് ചിരിക്കുന്ന കൊച്ചുമോനെ കണ്ടപ്പോൾ ഇന്നലകളെ തിരിഞ്ഞു നോക്കി ഇന്നലെ വേദന പങ്കിടുന്നതായ ഒരു പിതാവിൻ്റെതായ ദുഃഖമാണ് അവിടെ ഓർത്തത്. ഇതിൽ നിന്ന് സമൂഹത്തിന്റെ യാഥാർത്ഥ്യമാണ്. ഹൃദയം കൊണ്ട് ചിരിക്കുവാനായി കഴിയാത്തവരെയും കണ്ണുകൊണ്ട് ചിരിക്കുവാൻ കഴിയാത്തവരെയും തേടി പിടിക്കുന്ന ആർദ്രതയുടെ സമീപനം ഇവിടെ ഉണ്ടായിരിക്കുന്നുവെന്ന് നാം നന്മ ചെയ്യാതിരിക്കുന്നത് തിന്മ ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്നലത്തെ മലയാള മനോരമാനങ്ങളും നാം വായിച്ചിട്ടുള്ളത് എഡിറ്റോറിയൽ പേജിനോട് ചേർന്ന് കെ സുഗതൻ എന്നായ ഇന്നലകളിലെ സോഷ്യലിസ്റ്റ് നേതാവിന്റെ ജീവിതത്തിൽ മറ്റൊരു മുഖമോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിക്കൻ ജീവിതത്തിൽ ആരും അറിയാവുന്ന യാത്രയുടെ ജീവിതം, എല്ലാ ഓണക്കാലത്ത് തന്നെ MLA പെൻഷനും MLA കിട്ടുന്ന അലവൻസും തന്റെ എഴുത്തിനോട് കിട്ടുന്ന റോയൽറ്റി, പാവങ്ങൾ തിരഞ്ഞെടുത്ത് മണിയോട് വഹിക്കുന്നതായ കേസുകളതിനെ പറ്റി ജസ്റ്റിസ് തരീദ് കുഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നാം അറിയാതെ ധാരാളം ആളുകൾ, നാം ഉൾപ്പെടുന്ന സമൂഹം മാത്രമല്ല, ഇതര മതസ്ഥരും യാത്രത മനോഭാവത്തോടെ ആരും അറിയാതെ പ്രവർത്തിക്കുന്ന സത്യം നാം മറന്നുപോയി. 2 ആഴ്ച മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി. മലബാറിൽ കോഴിക്കോട് അവിടെ NPK കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന സ്ഥാപനം മാർക്കസ് എനിക്ക് സന്ദർശിക്കുവാനായിട്ടൊരു അവസരം കിട്ടി. മറ്റൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് എന്നെ കാണുമെന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്താവ് സമയം ലഭിക്കാൻ ഈ വ്യക്തിയെ കാണാൻ പോകുക. ഞാൻ തന്നെ അതിശയിച്ചു പോയി. ആ മാർക്കസ് സ്ഥാപനവും അതിന് നടന്നു. ഞാൻ ചെല്ലുമ്പോൾ അവിടെ വലിയ ഓഡിറ്റോറിയത്തിൽ 7000 ആളുകളുടെ ഈ ഒരു വലിയ കോൺഫറൻസ്, ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുകയാണ്. അതിൻ്റെ സമാപന മീറ്റിങ്ങിൻ്റെ ഒരുക്കം നടക്കുന്ന ഒരു കോൺഫറൻസിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. അദ്ദേഹവുമായി സംഭാഷണം നിങ്ങൾ ചെന്നുപോയ കാര്യം സംസാരിച്ച ശേഷം
ആ വലിയ കോൺഫറൻസിൽ ആമുഖമായി സംസാരിക്കാൻ എനിക്ക് അവസരം എനിക്ക് തോന്നുന്നു ഒരു കേരളത്തിലെ ക്രൈസ്തവ പുരോഗതിക്കുള്ളതായ ഒരു മുസ്ലിം മതസമ്മേളനത്തിന്റെ ഭാഗമായി മീറ്റിങ്ങിൽ വിശുദ്ധ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ അറബിയിൽ നിന്നുള്ള ആളുകളൊക്കെ പകർത്തുന്നത് സംസാരിക്കാൻ ലഭിച്ചത് ഞാൻ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് ഈ 5000 കുട്ടികൾ അവിടെ ഓർമ്മയിലിരിക്കാൻ കഴിയുന്നു. ഒരു ദിവസം ഭക്ഷണത്തിന് 60 രൂപ ശരാശരി ചിലവഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം 3 ലക്ഷം രൂപ, ഒരു മാസം അങ്ങനെയെങ്കിൽ 90 lakhs, അങ്ങനെയെങ്കിൽ ഒരു വർഷം more than 10 crores, 10 കോടിയിലധികം ആ കുട്ടികളുടെ സിദ്ധാന്തമായിട്ട് മാർക്കസ് വെച്ച് കഴിഞ്ഞു. 25,000 കുട്ടികൾ ഓരോ ദിവസവും ക്യാമ്പസിൽ പഠനത്തിനായി വന്ന് കടന്നു പോകുന്നു. അവിടെ അവർക്കുള്ളതായ സ്ഥാപനങ്ങളോട് ചേർന്നിപ്പോൾ തൊട്ടടുത്ത് മറ്റൊരു സ്ഥലത്ത് 300 ഏക്കർ സ്ഥലത്ത് നോളജ് സ്ഥാപിക്കുവാണ് ക്രമീകരണം ചെയ്യുന്നത്. ഞാൻ ഓർപ്പിക്കുന്നത് ക്രൈസ്തവ സമൂഹം മാത്രമല്ല, ഇതര മതസ്ഥരും ഇപ്രകാരമായ കാര്യങ്ങൾ ഇപ്പോൾ ഏർപ്പെടുന്നത് ഓർപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ അനുഭവം ഞാൻ ഓർപ്പിച്ചു. നമ്മെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് മറ്റുള്ള സാദൃശ്യമില്ലാത്ത വ്യക്തികളാണ് നാം ചിന്തിക്കുന്നത്. നാം മനസ്സിലാക്കണം, I resemble everything and everyone but myself. എൻ്റെതൊഴികെ എല്ലാത്തിൻ്റെതുമായ രൂപസാദൃശ്യമാണ്, എനിക്കുള്ള തിരിച്ചറിവാണ് നന്മ ചെയ്യുവാനായി എന്നെയും നിങ്ങളെയും എല്ലാ മതനിയമവും മനുഷ്യനെ സഹായിക്കാനുള്ളതായ കരുണയുടെ ചിന്ത ഓർപ്പിക്കുന്നതായ മതചിന്തകളാണ് ഭാരതത്തിൻ്റെ ധന്യമായ അവസ്ഥയെന്ന് ഓർക്കും. കെ.പി. കേശവനും നാം അറിയുന്നതായ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ യേശുദേവ് എന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥം നാം ചിന്തെങ്കിലും വായിച്ചു കാണുകയായിരുന്നു. അതിപ്രകാരം അതിനെക്കുറിച്ച് വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് അത് പ്രസക്തമാണ് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, Give me strength to stand for truth. സത്യത്തിന് വേണ്ടി നിലനിർത്തുവാനായുള്ള ശക്തി എനിക്ക് നൽകണമെന്ന് ഈ ഇതര മതസ്ഥരും പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതര മതസ്ഥ ചോദിച്ച് ഞാൻ ഒരു ക്രൈസ്തവ വിശ്വാസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസമില്ലാത്തതായ ഒരു വ്യക്തി പറയുന്നു, ദൈവമേ സത്യത്തിൽ നിൽക്കുവാനായി എന്നെ നീ ശക്തീകരിക്കണമേ. To do right thing according to my life. എനിക്ക് ലഭിക്കുന്ന പ്രകാശമനുസരിച്ച് ശരിയായി ചെയ്യുവാനായി എന്നെ ശക്തീകരിക്കണമേ. To be generous and just in all my dealings. എല്ലാ ഇടപാടുകളിലും ഔദാര്യത്തോടുകൂടിയും നീതിയോടുകൂടിയും പ്രവർത്തിക്കാനായി എനിക്ക് ശക്തി നൽകണം. ഈ ഫെലോഷിപ്പിന്റെ സിംബലും അതാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതാകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. എങ്കിൽ നമ്മുടേതായ പ്രവൃത്തിയൂടി മറ്റുള്ളവരെ നന്മ ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ വലിയ സാക്ഷ്യം നൽകുവാൻ പൂർണ്ണം ഇടയാവും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഒരു ചിന്ത കൂടി പങ്കുവച്ച വാക്കുകളുടെ അവസാനം മിത്രലാഭം എന്ന ഒരു ഗ്രന്ഥം പഴയ കാലത്തെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. അതിപ്രകാരം എൻ്റെ ചിന്തകര എഴുത്തുകാരൻ പറയുന്നത്, അമിതമായ ധനം സമ്പാദിക്കുന്നവർ സ്വന്തം സുഖത്തിന് തടസ്സം നിൽക്കുകയും അവിടെ ഭാരം സ്വന്തം തലയിലേക്കുകയും ചെയ്യുന്നു. നല്ല വാക്ക് പറഞ്ഞുള്ള ദാനവും അഹങ്കാരമില്ലാത്തതായ ജ്ഞാനവും ക്ഷമയോടുകൂടിയ ശൗര്യവും ദാനശീലതയുടെ ദാനവുമാണ് ഈ സമൂഹത്തിൻ്റെ അഭികാമ്യം. ഇതിനാവർത്തിക്കട്ടെ, നല്ല വാക്ക് പറഞ്ഞുള്ളതായ ദാനം ഇവിടെ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അഹങ്കാരമില്ലാത്ത ജ്ഞാനം, ദൈവം നൽകിയതായ ജ്ഞാനം പങ്കിടുന്നതായ മനസ്സ് ഉള്ളതും ക്ഷമയോടുകൂടിയതായ ശൗര്യം അനേകരെ തേടിച്ചെന്ന് അവരുടെ ജീവിത സ്ഥലത്തെ മനസ്സിലാക്കി പ്രവർത്തിപ്പാനുള്ളതായ ആ ജീവിതത്തിൻ്റെതായ നൈർമല്യം, ദാനശീലത്തിൻ്റെതായ ധനം അനേകരെ കണ്ടെത്തി ഇതിനുവേണ്ടി പ്രവർത്തിപ്പാനായി സജ്ജരാക്കുന്നത് അതുപോലെ അലഭ്യമാണെന്ന് വ്യക്തമായി ഓർപ്പിക്കുന്നു. അതിൽ അവസാനം വരുന്ന വാക്കുകൾ ഏറ്റവും പ്രസക്തമാണ്. ഈ ഗ്രന്ഥലാഭം പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് ധനമെന്നത് ആഹാരത്തിനും
ദാനത്തിന് വേണ്ടി മാത്രമാണ്. മേഘത്തിന്റെ മൂടലും ദുഷ്ടന്റെ ഭീതിയും സ്ത്രീയുടെ ധനവും യൗവനവും സൗന്ദര്യവും ധനവും അല്പകാലത്തേക്കാണെന്ന് പറഞ്ഞ് ആ എഴുത്തുകാരൻ അവസാനിക്കും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ അവസരങ്ങൾ അത് വ്യക്തമായി വിനിയോഗിക്കുന്ന ആവശ്യത്തെക്കുറിച്ച് വ്യക്തമായി ഇവിടെ പറഞ്ഞു. ആരാധനയും നാം എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നതാണ്. ഏത് മതഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ദൈവത്തെ ആരാധിക്കണം. എന്നാൽ ആരാധനയ്ക്ക് വ്യത്യസ്തമായ അർത്ഥം കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. ആവശ്യത്തിരിക്കുന്ന വ്യക്തിയുടെ ആവശ്യം നിറവേറ്റുന്ന ആരാധനയാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യം. ഞാൻ അടിവരയിട്ട് പറയട്ടെ, ആവശ്യത്തിരിക്കുന്ന ആ വ്യക്തിയുടെ ആവശ്യം നിറവേറ്റുന്ന ആരാധന ചെയ്യുവാനായി, ആരാധന സമൂഹമായി മാറുവാനായിട്ട് നമുക്ക് ഇടയാകണമെന്ന് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഇന്നലകളെ ഇന്നുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സമൂഹത്തിന്റെ രണ്ട് ചോദ്യങ്ങൾ ഇന്ന് ഉയർത്തിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ നമ്മോട് സംസാരിക്കും. അവർ സമ്പന്നരും ദരിദ്രരുമാണ്. ദരിദ്രരായ ആളുകൾ, പട്ടിണി കിടക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, വേർ ക്യാൻ ഐ ഫൈൻഡ് മൈ നെക്സ്റ്റ് ടൈം മീൽ? അടുത്ത നേരത്തെ ആഹാരം ഞാൻ എങ്ങനെ കണ്ടെത്തുമെന്ന് ഇന്നും നമ്മോട് ചോദിക്കുന്ന ആളുകൾ ഈ കേരളത്തിലുണ്ട്, ഇന്ത്യ രാജ്യത്ത്. എന്നാൽ മറ്റൊരു വിഭാഗം ചോദിക്കുന്നത് വ്യത്യസ്തമാണ്. ഹൗ ക്യാൻ ഐ ലൂസ് മൈ വെയിറ്റ്? എൻ്റെ ഭാരം, ശരീരഭാരം ഞാൻ എങ്ങനെ കുറയ്ക്കുമെന്ന് ചോദ്യം. ഈ വൈരുദ്ധ്യത്തിന്റെ മധ്യത്തിലാണ് നാം ചിന്തിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, പാവപ്പെട്ടവർ ചോദിക്കുന്ന ചിലതെങ്കിലും ചോദിക്കുന്ന ചോദ്യം, വേർ ക്യാൻ ഐ സ്ലീപ് ടുനൈറ്റ്? ഈ രാത്രി ഞാൻ ഇവിടെ കിടന്നുറങ്ങും. ഞാൻ ഇവിടെ എന്നെ സാഗർ ജോൺ ചാക്കോസ് പറഞ്ഞു, മഹാരാജയുടെ വിശ്വാധിപത്യത്തിന്റെ പ്രവർത്തനത്തില് അതിന്റെ ചുമതല വഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി 200 വീടുകൾ നൽകുവാനുള്ള പദ്ധതി അത് വീട്ടിലേക്ക് വരിക. അതുമായി ഞാൻ ഈ ആപ്ലിക്കേഷനുമായി എഞ്ചിനുമായി വീടുകൾ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷന് വീട് സന്ദർശിച്ചപ്പോൾ ഇന്നും എന്നെ പിടിച്ചൊലിക്കുന്ന കാഴ്ച, ചാർപ്പാടിനുകൊണ്ട് വലിച്ചു കിട്ടിയതായ അത് മേൽക്കൂരിയാക്കിയ വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ബേസ് ബോർഡ് ഭിത്തിയാക്കി മാറ്റിയതായ അരക്ഷിതാവസ്ഥയിലെ കുട്ടികളും പെൺകുട്ടികളും കുഞ്ഞുങ്ങൾ കഴിയുന്ന വീടുകൾ ഞാൻ കണ്ടു. ദ്രവിച്ച് ചിതറിയിരിക്കുന്നതായ പലകൊണ്ട് നിർമ്മിച്ചതായ വീടുകൾ ഞാൻ കണ്ടു. ആകാശത്തു നിന്നും മഴ പെയ്താലും വെയിലടിച്ചാലും അല്പം പോലും നഷ്ടമാകാതെ വീട്ടിലേക്ക് പതിക്കുന്നതായ മേൽക്കൂരുള്ള വീടുകൾ ഈ കേരളത്തിൽ, ഈ കോട്ടയത്ത് മാത്രമല്ല, മധ്യകേരള മഹാദേവിയുടെ എല്ലാ റവന്യൂ ഡിസ്ട്രിക്റ്റിലുള്ളതായ വീടുകൾ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഇന്ന് നമ്മെ കുറിച്ച് ചോദ്യമാണ്, വേർ ക്യാൻ ഐ സ്ലീപ് ടുനൈറ്റ്? ഈ രാത്രി ഞാൻ ഇവിടെ ചോദിക്കുമ്പോൾ ഇതര ചോദ്യമാണ്, വേർ ക്യാൻ ഐ പാർക്ക് മൈ വെഹിക്കിൾ? എൻ്റെ വാഹനം ഞാൻ ഇവിടെ പാർക്ക്? ഈ വൈരുദ്ധ്യത്തിന്റെ മധ്യത്തിലാണ് സന്മനസ്സുള്ള സുമനസ്സുകൾ ആഗ്രഹയോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്താൽ വിളിക്കുന്നത്. രണ്ടാമത്തെ സമൂഹത്തിന്റെ പ്രത്യേകത, സ്റ്റെബിലിറ്റി ആൻഡ് പെർമനൻസ് വേഴ്സസ് സ്പീഡ്. സ്ഥിരതയല്ലെങ്കിൽ ഇത് സ്പീഡിനെ വഴിമാറി. ഇന്നലകളിൽ നാം ഏത് സാധനം വാങ്ങുകയാണെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിലും സ്ഥിരമായി ചില നാൾ നിൽക്കുന്നതായ ഡ്യൂറബിലിറ്റി, സ്റ്റെബിലിറ്റി നോക്കി മാത്രമേ സാധനം വാങ്ങുവാനായിട്ടും ഉപയോഗിക്കുവാനായിട്ടും നിർത്താറുള്ളൂ. എന്നാൽ ഇന്ന് അത് മാറി വേഗതയ്ക്ക്, സ്പീഡ് അതിന് പകരമായി കടമെടുത്തിരിക്കുക. ഉദാഹരണം, 20-25 വർഷം മുമ്പ് കേരളത്തിലെ പൊതുനിരത്തുകളിൽ അന്ന് ഉപയോഗിച്ചതായ 2 വീലർ ബജാജിന്റെ സ്കൂട്ടറായിരുന്നു. അന്ന് അത് കിട്ടുവാനായി വളരെ പ്രയാസമാണ്. ഫോറിൻ മണിയിലോ പട്ടാളത്തിലുള്ള ആളുകൾ മാത്രം ബുക്കിംഗ്. ബജാജിന്റെ ചേതക് സ്കൂട്ടർ കിട്ടുവാനായിട്ട് ആളുകൾ കാത്തിരുന്ന കാലം. എന്നാൽ അതിനുവേണ്ടി കാത്തിരുന്നതിന് കാരണം എന്താണ്? അത് സ്റ്റഡിയാണ്, സ്ട്രോങ് ആണ്, സ്റ്റേബിൾ ആകുന്ന ചിന്തയാണ് അന്ന് നയിച്ചത്. എന്നാൽ ഇന്ന് അതിന്റെ വേഗത കുറവാണ്. ഇന്ന് വേഗതയിലേക്ക് മാറിയപ്പോൾ വേഗതയുള്ള 2 വീലറുകൾ ഇന്ന് ന്യൂ ജനറേഷന്റെ ഹരമായി മാറിയിരിക്കുമ്പോൾ ഒരു പ്രത്യേകത നാം മനസ്സിലാക്കണം. ഇന്നലകളിലെ സ്കൂട്ടറിനോ ബൈക്കിനോ രണ്ടുപേരെ സുഖമായി സഞ്ചരിക്കുവാനുള്ളതായ സീറ്റ് അതിനുള്ളപ്പോൾ ന്യൂ ജനറേഷനിലിരിക്കുന്ന വാഹനം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഓടിക്കുന്ന ആൾ സുഖമായിരിക്കും, ബില്യൺ റൈഡർ ഇങ്ങനെ ഉയർന്നു. തന്റെ മാത്രം സൗകര്യം നോക്കി പ്രകടിക്കുന്ന ആൾക്ക് ക്ഷതവും കുലുക്കവും ഉള്ളതായ
പുതിയതായി ബൈക്കുകളത്തെ ന്യൂ ജനറേഷനായി തരാം. That is the difference. Permanence versus speed. ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകത. രണ്ടാമത് രണ്ട് വാക്കുകൾ അവസാനിക്കുക. Second thing, repair versus replace. ഇന്നലകളിൽ ഏത് അത് വസ്തുവാകട്ടെ മനുഷ്യബന്ധമാകട്ടെ തകരാറാണെങ്കിൽ അത് റിപ്പയർ ചെയ്യുവാനായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു, റിപ്പയർ ചെയ്യപ്പെട്ടിരുന്നു. അത് ഗാർഹികമാകട്ടെ വാഹനമാകട്ടെ ഏതുമാകട്ടെ റിപ്പയർ ചെയ്ത് പരമാവധി ഉപയോഗിക്കുവാൻ തക്കവണ്ണം മനുഷ്യൻ താല്പര്യം കാണിച്ചപ്പെടുന്ന റീപ്ലേസ് ചെയ്യുക, പകരം വെക്കുന്നതായ പകരം വാങ്ങുന്ന പ്രവണതയാണ്. വ്യക്തിബന്ധങ്ങളിൽ ഇടർച്ചയും പ്രയാസം ഉണ്ടാകുമ്പോൾ റിപ്പയർ ചെയ്യുവാനായി ഗുരുഭൂതന്മാരോ മതഗുരുതന്മാരോ സമൂഹത്തിലെ ശ്രേഷ്ഠരോ കുടുംബത്തിലെ ആയുള്ള ആളുകളോ ഒരുങ്ങിയെന്ന് തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് റിപ്പയർ ചെയ്യാൻ പഠിക്കുന്നതായ തലമുറ ഇന്ന് റീപ്ലേസിലേക്ക് മാറിയിരിക്കുന്നതാണ്. ഡിവോഴ്സ് കൊണ്ടും പുതിയ ബന്ധങ്ങൾ ആരംഭിക്കുന്നത് ഈ ലോകത്തിലാണ്. ഇതാണ് ഇന്നത്തെ ലോകവും ഇന്നലെ ലോകവും വ്യത്യാസം. ഈ ലോകത്തിലാണ് ആദ്യത്തെ മനസ്സുമായിട്ട് ചിലർ ഒതിപ്പിച്ച് നന്മ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം എന്താണ്? The new DNA, it is very adventurous എന്നാണ് സയൻസ് പറയുന്നത്. അങ്ങനെ ഈ ലോകത്ത് ഈ പ്രത്യേകത മധ്യത്തിൽ എല്ലാം തള്ളിക്കളയുവാനായി ഗംഭീരപ്പെടുന്നതായ ഒരു സമൂഹത്തിന്റെ ഭാഗമായി തലമുറ മാറുമ്പോൾ ജോലിയാകട്ടെ തങ്ങളുടെ ജീവിതമാകട്ടെ അതെല്ലാം ഒന്നിനൊന്നിലേക്ക് ചൂടുമാറുന്ന പ്രവണത ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇന്ന് ആധുനിക ലോകത്തിലെ IT ലോകം ജീവിക്കുന്ന പ്രൊഫഷണൽസ് അവർ ഒരു ജീവിതം ആരംഭിച്ചാൽ 40 വയസ്സിലാണ് ചിലപ്പോൾ 5-6 കമ്പനികൾ സ്വിച്ച് പറയും. ഇങ്ങനെ സ്വിച്ച് ചെയ്ത് മാറുന്നതായ ഒരു സമൂഹമായി മാറുമ്പോഴാണ് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ ആരംഭിച്ചത്. My dear son, I want to relate from you how to love from my heart and my eyes. എന്റെ ഹൃദയം കൊണ്ട് എന്റെ കണ്ണുകൊണ്ട് ചിരിക്കുവാനായിട്ട് എന്റെ പ്രിയമകനെ എനിക്ക് സാധിക്കുന്നതായ ഒക്കെ അവരുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. ഇന്നത്തെ സമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? Me, myself and myself. ഇതായിരിക്കും ഇന്നത്തെ സമൂഹത്തിലെ അതല്ല ഞാനും ഞങ്ങളും ഈ സമൂഹമായി മുദ്രാവാക്യതായ ഇന്നലെയുള്ള സമൂഹത്തിന്റെ യാത്രയുടെ ജീവിതം അനേകം മാർഗങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് സാധനങ്ങളായ ഈ പ്രത്യേക പ്രവർത്തനത്തെ അനുമോദിച്ചുകൊണ്ടും എൻ്റെ ഭാഗമായി ഈ കോളേജിൽ ചെയ്യുവാനുള്ളതായ അവസരം ലഭിച്ചത് എന്ന് അങ്ങോട്ട് ഓർത്തുകൊണ്ടു എല്ലാവരുമായി നന്മയും ഈ ആഗ്രഹങ്ങളുടെ ചിലർക്ക് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നന്മ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ പരാമർശിച്ചിട്ടുള്ള അച്ഛൻ്റെ സന്ദേശത്തിന് പ്രത്യേകം നന്ദി. അടുത്തതായി വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ആർദ്രത ഫെലോഷിപ്പിന്റെ ജീവാത്മാവും പരമാത്മാവുമായ മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ PC വർഗീസ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നമുക്കേവർക്കും മാത്രമല്ല കേരള സമൂഹത്തിന്, മനുഷ്യ സമൂഹത്തിന് ആകമാനം നന്മയുടെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളുടെയും നല്ല ഊർജ സ്രോതസ്സുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ അഭിമാനം, സന്തോഷം, പ്രത്യാശമായ മലങ്കര സഭ ഗുരുരത്നം റവറൻഡ് ഡോക്ടർ TJ ജോഷുവ, പത്മഭൂഷൺ ജസ്റ്റിസ് KT തോമസ്, ഡോക്ടർ മാത്യു പാറയ്ക്കൽ, മുഖ്യ പ്രഭാഷകൻ റവറൻഡ് ഡോക്ടർ PK ഗുരുള, ആർദ്രത ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ സാധ്യമാക്കി തീർക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഉത്സാഹത്തോടെ, സന്തോഷത്തോടെ, വോളണ്ടറി ആയിട്ട് ശക്തമായ സഹകരണം, ആത്മാർത്ഥമായ സഹകരണം നടന്നുകൊണ്ടിരിക്കുന്ന ആർദ്രത ഫെലോഷിപ്പ്
സമൂഹത്തിൽ നല്ല പ്രകാശം പരത്തുവാൻ തീരുമാനിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കൂട്ടുകാരൻ. ദൈവകൃപ കഴിഞ്ഞാൽ നമ്മോടൊപ്പം ഇപ്പം ഇരിക്കുന്ന ഈ നേതൃനിര, എൻ്റെ മുമ്പിലിരിക്കുന്ന ആർദ്രത കുടുംബാംഗങ്ങൾ, ഇവരൊക്കെയാണ് ഇത് സാധ്യമാക്കി വരുന്നത്. ഇൻസിഡൻ്റലി എൻ്റെ പേര് മെൻഷൻ ചെയ്യുകയുണ്ടായി. ഞാൻ എന്ന വ്യക്തിയല്ല. ഇതൊരു ഫെലോഷിപ്പാണ്, ഇതൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നോട്ട് അറ്റ് ഓൾ ബിക്കോസ് ഓഫ് മൈസെൽഫ് ആസ് ഐ ഡു. ഇറ്റ്സ് ഗോഡ്സ് ഗ്രേസ്, ഗോഡ്സ് ഓൺ പ്ലാൻ. 14 വർഷം മുമ്പ് ഇത് തോന്നൽ മനസ്സിൽ തന്നത്, ആലോചന തന്നത് ദൈവം, കൈക്ക് പിടിച്ച് നടത്തുന്നത് ദൈവം. കൃപയാലത്ര എന്ന് ഞാൻ കൂടെ പറയാം. ആ കൃപയാലത്ര എന്ന് പറഞ്ഞാൽ ദൈവകൃപയോടൊപ്പം ആ ദൈവകൃപയുള്ള മനുഷ്യരും കൂടെ കൂടിയാലേ ഈ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. ഇതിൻ്റെ വളരെ ചുരുക്കമായ റിപ്പോർട്ട് വിനയപൂർവം ഈ ധന്യമായ സദസ്സിൽ ഞാൻ അവതരിപ്പിക്കും. ആർദ്ര ഫെലോഷിപ്പ് 14-ാം വർഷം 2015-16 പ്രവർത്തന റിപ്പോർട്ട് വളരെ ചുരുക്കമാണ്. ന്യൂസ് ലെറ്ററിലെ കൂടുതൽ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2002 മാർച്ച് 10-ന് പ്രവർത്തനോദ്ഘാടനം നടത്തിയ ആർദ്ര ഫെലോഷിപ്പ് ചാരിറ്റി ട്രസ്റ്റ് 14-ാം വർഷം പിന്നിടുമ്പോൾ 3500-ലധികം ദരിദ്ര കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസ, ചികിത്സ, ഭവന നിർമ്മാണങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ദൈവകൃപയാൽ ധനസഹായം നൽകുവാനും അവരെ ക്ഷേമൈശ്വര്യങ്ങളിലേക്ക് നയിക്കുവാനും സാധിച്ചു എന്നതിൽ അതിയായ ചാരിതാർത്ഥ്യം ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും, ഇതിൻ്റെ അംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രവർത്തനങ്ങളൊക്കെ നിരന്തരമായ കൃപ ലഭിച്ചുകൊണ്ടേയിരുന്നതിന് ദൈവത്തെ സ്തുതിക്കുകയും ആവശ്യക്കാരെ അർഹതയുള്ള സമസൃഷ്ടങ്ങളെ പറ്റി മനസ്സലിവും സമഭാവനയും തോന്നി ആർദ്രതാ പ്രവർത്തനങ്ങൾക്ക് സഹകരണങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന മഹാമനസ്കരായ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യും. 2015-16 another very blessed year. ആർദ്രതാ സഹായം താഴെ പറയുന്ന വളരെ ചുരുക്കമായി പറയുന്ന രീതിയിലാണ് നിർവഹിക്കുവാൻ സാധിച്ചത്. 300 പേർക്ക് 44,88,388 രൂപ, ഏകദേശം 45 ലക്ഷത്തോളം രൂപ താഴെ പറയുന്ന വിവിധ ആവശ്യങ്ങൾക്കായി ചിലവിടുവാൻ സാധിച്ചു. ഇത് വാങ്ങുന്ന ഓരോരുത്തർക്കും തക്കതായ പോസിറ്റീവ് ഓറിയന്റേഷൻ, ബ്രദർലി ഷെയർ കൊടുത്താണ് ഇത് നിർവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു പല പ്രസ്ഥാനങ്ങളെ പോലെ പിന്നീട് കമ്മിറ്റി കൂടത്തെ 2 മാസം കഴിഞ്ഞ് ആ ഒരു രീതിയല്ല, ശൈലി സ്വല്പം വ്യത്യസ്തമാണ്. അർഹത ബോധ്യപ്പെടുന്നതിന് വേണ്ടി തക്കതായ എല്ലാ നടപടികളും സ്വീകരിക്കും. അർഹത ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ബെനഫിഷ്യറി വാട്ട് ബി ദ എമൗണ്ട് വിത്തിൻ 10 minutes സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ട് ഈ ആർദ്രത ഓഫീസിൽ നിന്ന് നമ്മളാണ്. അവർ ഈ സമൂഹത്തിൽ നല്ലവരായി മിടുക്കരായി ഭാവിയിൽ തീരും. സമൂഹത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വിശ്വസിക്കുന്ന പ്രവർത്തകർ. 1. എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്സ് 201 പേർ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് കോഴ്സ് വൈസ് BSc നഴ്സിംഗ് 66, 66, 58, 88. BSc നഴ്സിംഗ് 66, 66, GNM 8, BTech 14, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 10, BR 2, MBBS 3, BDS 1, BCom 9, MCom 1, BSc 6, BA 5, MSc 3, MCom 1, BPharm 1, ഹയർ സെക്കൻഡറി സ്കൂൾ 22, ഹൈസ്കൂൾ 5, സ്കൂളിംഗ് UP and LP 44, other courses 34, മെഡിക്കൽ അസിസ്റ്റൻസ് 44, 44. 3. ഹൗസിംഗ് അസിസ്റ്റൻസ് 26, ഇൻക്ലൂഡിംഗ് ടോയ്ലറ്റ്സ് ഫോർ 6 families in dire need. 4. മാരേജ് അസിസ്റ്റൻസ് 5 പേർക്ക്. 5. സെൽഫ് എംപ്ലോയ്മെന്റ്
അതിനുള്ള സാമ്പത്തിക സഹായവും നിർദ്ദേശങ്ങളും ഡയറക്ഷൻസും 7 പേർക്ക്. ഓൾഡ് ഏജ് സപ്പോർട്ട് 2 പേർക്ക് പ്ലസ് എ ഫ്യൂ ഫാമിലീസ് ത്രൂ ഐനാസ്. 7 കെയർ ഫോർ ഡെസ്റ്റിറ്റ്യൂട്ട് ചിൽഡ്രൻ ആൻഡ് എൽഡർലി 11 സ്ഥാപനങ്ങളിലൂടെ പ്രസ്ഥാനങ്ങളിലൂടെ. 8 എക്കോ ഫ്രണ്ട്ലി പ്രോജക്ട്സ് പരിസ്ഥിതി സംരക്ഷണ പ്രോജക്റ്റുകൾ. പ്ലാസ്റ്റിക് ക്യാരി ബാഗിന് പകരം ഉപയോഗിക്കാൻ റെസിഡൻസ് അസോസിയേഷനിലൂടെയും ജില്ലാ ശുചിത്വ മിഷനിലൂടെയും ഏകദേശം 2000 തുണിസഞ്ചികൾ വിതരണം ചെയ്തു. 2016 ജനുവരി 31 ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഹൃദ്രോഗ വിദഗ്ധ ഡോക്ടർമാർ CMS കോളേജിൽ നടത്തിയ പീഡിയാട്രിക് കാർഡിയോളജി മെഡിക്കൽ ക്യാമ്പിന് ജില്ലാ കളക്ടർ ശ്രീ UV ജോസ് അമൃത ഫെലോഷിപ്പിന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു എന്നുള്ള സന്തോഷത്തോടെ അനുസ്മരിക്കുന്നു. ശ്രീ UV ജോസ് IAS ആഗ്രഹപ്രകാരം ഫലപ്രദമായ സഹകരണം NGO സപ്പോർട്ട് കൊടുക്കുവാൻ സാധിച്ചതും ധന്യമായ അനുഭവമായി. ഇക്കാര്യത്തിലും പരക്ലേശവിവേകമുള്ള ധന്യരായ അമൃത ഫെലോഷിപ്പ് അംഗങ്ങളോടൊപ്പം കോട്ടയം വെസ്റ്റ് വൈസ് പ്രിൻസിപ്പലിന്റെ സുഹൃത്തുക്കളും നിരപ്പെട്ട സഹകരണം നൽകുകയുണ്ടായി. CMS കോളേജ് NSS യൂണിറ്റ് അംഗങ്ങൾ. 2002-03 14 വർഷം മുമ്പ് ഏകദേശം 2.5 ലക്ഷം രൂപ സമാഹരിച്ച് അശരണരെ സഹായിച്ച സ്ഥാനത്ത് ഇക്കഴിഞ്ഞ വർഷം ദൈവകൃപയാലും നിങ്ങളുടെ ഒക്കെയും സഹകരണത്താലും 45 ലക്ഷത്തോളം രൂപ സമാഹരിച്ച് തികച്ചും ദരിദ്ര സാഹചര്യത്തിലുള്ള 300-ൽ പരം സഹോദരങ്ങളെ സഹായിക്കാൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചു എന്നതിൽ വിനയപൂർവ്വം ബന്ധപ്പെട്ട എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. കോടാനുകോടി ജനങ്ങൾ കഠിനമായ ദാരിദ്ര്യവും രോഗങ്ങളും വിവിധ വൈകല്യങ്ങളും മൂലം യാതനയിലും വേദനയിലും പുളയുന്ന ഈ ലോകത്തിൽ മിന്നാമിന്നിന്റെ അല്പം വെളിച്ചമെങ്കിലും കൊടുത്താൽ അത്രയും ആകട്ടെ എന്ന നിലയിൽ വിനയപൂർവ്വം ഇത്രയുമെങ്കിലും നമുക്ക് ഈ അമൃത കൂട്ടായ്മയിലൂടെ സാധിക്കുന്നുവല്ലോ. Thanking you all once again for your wholehearted, magnanimous and compassionate and empathetic support. May I submit this 14th year report in utmost humility and gratitude on behalf of our esteemed and blessed patrons, trustees, donors and beneficiaries. ഈ ധന്യരായ നേതൃത്വം തരുന്ന എല്ലാവരുമായി വലിയ കൃത്യമായ ബന്ധം ഉണ്ട്. ബഹുമാനപ്പെട്ട ജോഷുവാച്ചുമായി 55 വർഷമായി എനിക്ക് പരിചയമുണ്ട്. സെന്റ് ബർട്ടമാൻസ് കോളേജിൽ പഠിക്കുന്ന കാലം പോലുള്ള ആ ഒരു ഇൻസ്പിറേഷണൽ ടച്ച് അത് കഴിഞ്ഞ് കോട്ടയത്ത് വന്നു കഴിഞ്ഞ കാലം മുതൽ ജസ്റ്റിസ് തോമസ് ആയിട്ടുള്ള ആ ബന്ധം, ഡോക്ടർ മാതൃപാറയ്ക്കുമായിട്ടുള്ള ബന്ധം, ഈ മഹത്തായ സ്ഥാപനത്തിലെ അനുഭവങ്ങൾ ഇതൊക്കെയും എനിക്ക് പ്രചോദകമായി. above all the message and the model of Jesus Christ. Thank you all very much. Thank you. ഇപ്പോൾ മാനേജിംഗ് ട്രസ്റ്റ് അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിൽ നിന്ന് സ്കോളർഷിപ്പ് വാങ്ങുന്നവരോട് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയുകയാണ്. 48 പേർക്ക് ആണ് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. മെയ് മാസം ജൂൺ മാസത്തിൽ അവർക്ക് അനൗൺസ് ചെയ്ത് കൊടുക്കും. ഈ ചെക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ CMS കോളേജ് SPG CMS കോളേജ് ബ്രാഞ്ച് ആ ജംഗ്ഷനിലുള്ള ആ SPGയിലാണ് അമൃത ഫെലോഷിപ്പിൻ്റെ അക്കൗണ്ട്. SPGയുടെ ചെക്കാണ് തരുന്നത്. നിങ്ങൾക്ക് പലർക്കും ഞാൻ അതിന് സ്കോളർഷിപ്പ് നെറ്റ് അഡ്വൈസ് കൊടുത്തിട്ടുമുണ്ട്. പലർക്കും SPG അക്കൗണ്ട് തന്നെ നിങ്ങളുടെ പ്രദേശത്തുണ്ട്. അവിടെ കൊടുത്താൽ ഉടനെ തന്നെ അടുത്ത പ്രവർത്തന ദിനം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. കൊടുത്താൽ ഉടനെ തന്നെ അതിൻ്റെ കാശ് കിട്ടും. അങ്ങനെ വേറെ ഏതെങ്കിലും ബാങ്കിലാണ് അക്കൗണ്ട് എങ്കിൽ അവിടെ കൊടുത്താൽ 3-4 ദിവസത്തിനകം അത് കിട്ടും. ഇതൊന്നുമല്ല, ബാങ്ക് അക്കൗണ്ടേ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ യോഗത്തിന് ശേഷം അല്പസമയം അവിടെ കാത്തുനിന്ന് ആ ചെക്കിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങളുടെ ഒപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും. ഇപ്പോൾ മാനേജിംഗ് ട്രസ്റ്റ് അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടിൽ നിന്ന് നാം മനസ്സിലാക്കിയത് കഴിഞ്ഞ വർഷം ദൈവകൃപയാൽ 45 ലക്ഷത്തോളം രൂപ അമൃത ഫെലോഷിപ്പിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി, അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങളുടെ പലവിധ ആവശ്യങ്ങൾക്കായി നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തെ സ്തുതിക്കുന്നു.
ഇന്ന് തന്നെ 5,31,000 രൂപ 68 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഇനത്തിൽ വിതരണം ചെയ്യാൻ സാധിക്കുന്നു. എല്ലാ കൃപകൾക്കുമായി ദൈവത്തിന് സ്തോത്രം. ഇതിന് ചുക്കാൻ പിടിച്ച മാനേജിംഗ് ട്രസ്റ്റി പി സി വർഗീസ് സാർ, എല്ലാ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും കൂടുതൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ലീല വർഗീസ്, മക്കൾ മനോജ് വർഗീസ്, മഞ്ജുഷ് വർഗീസ്, അതുപോലെ തന്നെ ആർദ്രത ഫെലോഷിപ്പ് പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ പങ്കാളികളായ പല വിധത്തിലും പലരും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പങ്കാളികളായ ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വന്യ ഗുരുശ്രേഷ്ഠൻ ആദരണീയനായ ഡോക്ടർ ടി ജെ ജോഷുവ അച്ഛനെ അടുത്തിടെ മലങ്കര ഓർത്തഡോക്സ് സഭ മലങ്കര സഭ ഗുരുരത്നം പദവി നൽകി ആദരിച്ചത് നാം ഏവർക്കും അറിവുള്ളതാണല്ലോ. ആർദ്രത ഫെലോഷിപ്പിൻ്റെ ആശംസയും ആദരവും ഇന്ന് ഈ വാർഷിക ദിവസം അച്ഛൻ അർപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ട പി സി തോമസിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുള്ള ശ്രേഷ്ഠരെ, പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ആർദ്രത ഫെലോഷിപ്പ് ഏറ്റവും അധികം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വന്യനായ ടി ജെ ജോഷുവ അച്ഛൻ പൗരോഹിത്യ വജ്രജൂബിലിയുടെ ഇതിൽ പ്രക്ഷോഭിതനായിരിക്കുന്ന വേളയിലാണ് നമ്മുടെ ഈ 14ാം വാർഷികം ഇവിടെ നടക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മലങ്കര സഭ ഗുരുരത്നം എന്ന ശ്രേഷ്ഠ പദവി നൽകി അച്ഛനെ ആദരിക്കും. സഭാ മേലധ്യക്ഷന്മാർ മുതൽ എല്ലാ തിരുമേനിമാരുടെയും ഒട്ടുമിക്ക വൈദികരുടെയും ഗുരുവായ അച്ഛൻ എത്രയോ മുമ്പ് തന്നെ ശ്രേഷ്ഠ ഗുരു എന്ന പദവി എത്രയോ മുമ്പ് തന്നെ ഏവരുടെയും ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു. അച്ഛൻ്റെ പൗരോഹിത്യ വജ്രജൂബിലി അഭിവന്ദനായ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെയും ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്തയുടെയും സമൂഹത്തിലെ ഉന്നത ശീർഷനായ മറ്റ് മഹനീയ വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ ഈ മാസം ആഘോഷിക്കുകയുണ്ടായി. സഭാതലത്തിൽ പരിമിതമായതല്ല അച്ഛൻ്റെ പ്രതിഭയും കർമ്മശേഷിയും. പ്രഗത്ഭനായ ആത്മീയ പ്രഭാഷകൻ, ഈടുറ്റ അനേക ഗ്രന്ഥങ്ങളുടെ രചയിതാവ്, ജാതി മത പ്രായഭേദമന്യേ അനേക ലക്ഷ്യങ്ങൾക്ക് മാർഗദർശനവും പ്രചോദനവും നൽകുന്ന ചിന്തകൾ എന്നിങ്ങനെ വൈവിധ്യമുള്ളതും വൈശിഷ്ട്യം നിറഞ്ഞതാണ് അച്ഛൻ്റെ. 88ാം വയസ്സിൽ 58ാം പുസ്തകം രചിച്ചു കഴിഞ്ഞ 25 വർഷത്തോളമായി മനോരമയുടെ ഞായറാഴ്ച ഇന്നത്തെ ചിന്താവിഷയത്തിലൂടെ സമൂഹത്തിൽ മൂല്യബോധവും ലക്ഷ്യബോധവും വളർത്താൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി അനേകമായ രോഗങ്ങൾ അച്ഛനെ തേടിയെത്തി. അവയേക്കാൾ ഏറെ അച്ഛനെ വേദനിപ്പിച്ചത് തൻ്റെ ജീവിതത്തിലേക്ക് ഒരു മാലാഖയെ പോലെ കടന്നുപോയാണെന്ന് അച്ഛൻ സാക്ഷ്യപ്പെടുത്തുന്ന പ്രിയപത്നിയുടെ നിലപാടായിരുന്നു. എന്നാൽ ഇതിനാൽ ഒന്നും തകരാതെ അനേകായിരങ്ങൾക്ക് മാർഗദീപമായി, പ്രചോദനമായി, സാന്ത്വനമായി അച്ഛനെന്നും ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പൊതുസമൂഹത്തോടൊപ്പം ആർദ്രത കുടുംബത്തിന് വളരെയധികം സന്തോഷവും ആവേശവും നൽകി. ആർദ്രത ഫെലോഷിപ്പ് മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ പി സി വർഗീസിന്റെ ഹൃദയത്തിൽ ചെറുപ്പം മുതലേ ദൈവസ്നേഹത്തിൽ നിന്നുളവാകുന്ന മനുഷ്യസ്നേഹവും ആർദ്രതയും അവരുടെ നാളുകൾ പ്രോചരിപ്പിച്ച 2 ശ്രേഷ്ഠ ആചാര്യന്മാർ, അഭിവന്യ യുവലീസ് മാർ ഒസ്താത്യോസ് തിരുമേനി, വന്യനായ ജോഷുവ. ആർദ്രത ഫെലോഷിപ്പിന്റെ കഴിഞ്ഞ 14 വർഷത്തെ പ്രവർത്തനങ്ങളിൽ അച്ഛൻ നിരന്തരം മാർഗദർശനമായിരുന്നു. ഒപ്പം തന്നെ എല്ലാ വാർഷികവും തൻ്റെ മഹനീയ സാന്നിധ്യത്താലും അനുഗ്രഹ പ്രഭാഷണത്താലും ധന്യമാക്കി തീർത്ത വന്യനായ ടി എ ജോഷുവ അച്ഛനെ നാം
അറിയിച്ചുകൊണ്ട് ആർദ്രത കുടുംബത്തിൻ്റെ ആദരവിൻ്റെയും ആശംസകളുടെയും സൂചകമായി അതിനെ കാണണിക്കുന്നതിന് ആദരണീയനായ ജസ്റ്റിസ് കെ ടി തോമസിനെ സ്വാഗതം ക്ഷണിച്ചു. ജീവിതത്തിൽ ആദ്യം അവാർഡ് കൊടുക്കാൻ തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു ഞാൻ അദ്ദേഹത്തെ ഓർമ്മിച്ചു. നടന്ന ഞാൻ ആദ്യത്തെ അവാർഡ്, അതിനുശേഷം അവാർഡുകളുടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുത്തതിന് ശേഷം ഈ സ്റ്റോളുകളുടെ മെയ് മാസത്തിലെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിനായി കേരളത്തിലെ വൈദ്യന്മാരുടെ വൈദ്യനും ഗുരുശ്രേഷ്ഠനുമായ ഡോക്ടർ മാത്യു പാറക്കലിനെയും ഗുണഭോക്താക്കളെ ക്ഷണിക്കുന്നതിനായി ഡോക്ടർ യക്ഷബ മാത്യുവിനെയും സാദരം ക്ഷണിക്കുന്നു. വിളിക്കുന്നതനുസരിച്ച് എല്ലാവരും പെട്ടെന്ന് വന്ന് എലിസബത്ത് ദേവസ്യ, കഴിഞ്ഞ 10 വർഷമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ആ 10 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഒരു കാര്യം മാത്രം ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചു. ആദ്യഘട്ടങ്ങളിൽ ഈ ആർഡർ ഫെലോഷിപ്പ് മീറ്റിംഗ് ആനുവൽ മീറ്റിങ്ങിൽ മുൻനിരയിൽ 2 റോയും അവിടെ 3 റോയും മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഹോൾ ഫുള്ളാണ്. 2 റോയും 2 സ്ഥലത്തും ഫുള്ളായിട്ടാണ് വ്യക്തികളുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ആർദ്ര ഫെലോഷിപ്പിന്റെ പ്രവർത്തന രീതിയുണ്ട്. വളരെയധികം പേർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. വളരെയധികം പേർക്ക് ബെനിഫിഷ്യൽസുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ പുരോഗമിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാനൊരു ചെറിയൊരു അപ്പോളജിയോടെയാണ് എനിക്ക് വേറൊരു ഫംഗ്ഷൻ പോകാനുണ്ട്. അതുകൊണ്ട് ഈ ചടങ്ങ് അവാർഡ് ദാനം ആക്കിയാണ് സെബാസ്റ്റ്യൻ, ഡോക്ടർ തോമസ് ദേവസ്യ, ഇറ്റി ബാബു, Enmol Vegu, Renjit George, Rashmi Sridharan,
Swati T.S. Setin K. Kuriakos. Rupa Noor Vijay.
Thank you, Professor Eduardo Sisson and Dr. Ishwara Matthew. Kൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനായി ഡോക്ടർ ജോസഫ് പി വർഗീസിനെ ക്ഷണിക്കുന്നു. നമ്മെ പ്രകാശിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം ഞാൻ ഒന്നാമത്തെ പ്രശസ്ത ദരിദ്രമായ പൗലോസ് മാർഗ്ഗം പരിചയമുള്ളതാണ്. തിരുമേനിയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ചാരിറ്റി എന്നുള്ള വാക്കുകളോട് വളരെ ശക്തമായ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇവിടെ പറയുന്നത് ഈ ചാരിറ്റി എന്നുള്ള നമ്മൾ സാധാരണ സംസ്ഥാനത്ത് പറയുന്നത് നമ്മുടെ വലിയ അവതാരം കൊണ്ട് അറിയുന്ന ആളുകൾ ചെയ്തു കൊടുക്കുക. ഇത് വളരെ വികലമായ ഒരു കാഴ്ചപ്പാടാണ് ചാരിറ്റിയെ സംബന്ധിച്ച്. ഈ ഒരു കാര്യം ഇന്ന് നമ്മുടെ സ്വാഗത പ്രസംഗമായ ഡോക്ടർ തോമസ് ചാക്കോയും ജോസ്വാച്ചനും ജസ്റ്റിസ് കെ തോമസിന്റെ എടുത്ത പറഞ്ഞിരുന്നു. ആളുകളുടെ ഫെലോഷിപ്പിന്റെ അലിഖിതമായ നിയമങ്ങളിലൊന്നാണ് ഇത്. അർഹതപ്പെട്ടവർക്ക് കൊടുക്കുവാനുള്ള ഒരു പ്രസ്ഥാനമാണ്. ഏതെങ്കിലും തരത്തിൽ ഔദാര്യം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. വിശ്വാസം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളത് അടിവരയിട്ട് പറയുന്ന അവകാശത്തിൽ നിന്നത്തെ അവകാശമാണെന്ന് അടിവരയിട്ട് പറയുന്ന അത് ഞങ്ങൾക്ക് കൂടി ഓർത്തുപോയി എന്നതാണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ സാമ്പത്തിക വർഷം 45 ലക്ഷം രൂപയോളം സമാഹരിച്ച് കൊടുത്തു തീർത്തു എന്ന് വളരെ പെട്ടെന്ന് ഇവിടെ പറഞ്ഞാൽ 45 ലക്ഷം രൂപ പിരിച്ചെടുത്ത് കണക്കെഴുതി ബാങ്കിൽ കൊണ്ടിട്ട് ചെക്കെഴുതി 300 രൂപ കൊടുക്കുക എന്നുള്ളത് അതികഠിനമായ ഒരു ജോലിയാണ്. ഇവിടെ ഒരു കാഷ്യറില്ല, ഒരു അക്കൗണ്ടന്റ് ഇല്ല, ഒരു ക്ലർക്കില്ല, ഒരു ഓഫീസ് ബോയ് ഇല്ല, പിയോണില്ല, തൂക്കുകാരില്ല, തന്നെ ഇല്ല. ഇതിന്റെ ഡയറക്ടറും ഇതിന്റെ പിയോണും ഇതിന്റെ ക്ലർക്കും ഇതിന്റെ കാഷ്യറും ഇതിന്റെ എല്ലാം പൈസകളും ഇതിന്റെ പിന്നിൽ വളരെ കഠിനമായ വളരെ സൂക്ഷ്മമായ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നത് നാം ദയവായിട്ട് ഓർത്തിരിക്കണം. നിസ്സാരമായി 10,000 രൂപ കയ്യിൽ കിട്ടുന്ന ഒരാളിന് 10,000 രൂപയുടെ കണക്കുകൾ സൂക്ഷിക്കാനുള്ള പത്രപ്പാട് നോക്കുവാൻ പറയാം. പ്രത്യേകിച്ച് ഇത് ഒരു രജിസ്റ്റേർഡ് സംഘടന ആയതുകൊണ്ട് ഈ കണക്കുകൾ വളരെ കർശനമായ ഓഡിറ്റിംഗ് വിധേയമാണ്. അതേസമയം ഈ കണക്കുകൾ എടുത്തിട്ട് ഫോർമാറ്റിലാക്കി ഓഡിറ്റിംഗിൽ പോകുന്നത് ഓഡിറ്റ് റിപ്പോർട്ടുള്ള കഠിനമായ ഒരു പ്രയത്നമുണ്ട്. അത് ദയവായിട്ട് ഇവർ വന്നിരിക്കുന്നവരെ ഓർക്കണം. സാറിനെയും കുടുംബത്തെയും ദയവായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വളരെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ അടുത്ത ദിവസത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ധന്യമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. അടുത്തതായിട്ട് കഴിഞ്ഞ 14 വർഷവും വളരെ അടുത്ത സ്നേഹബന്ധം പുലർത്തിയിരുന്ന ആളുകൾ തന്നെയാണ് എൻ്റെ പ്രധാന ക്ലാസ്സിനായിട്ട് വന്നിയ ഗുരുവായ ഏറ്റവും ആദരണീയനായ ജോസ്വാച്ചൻ, പത്മഭൂഷൺ ശ്രീ ജസ്റ്റിസ് കെ ടി തോമസ്. ഇതിൽ രണ്ടുപേർ പോകേണ്ട അത്യാവശ്യത്തോടെ നേരത്തെ രണ്ടുപേരോടുള്ള ഏറ്റവും ഹൃദയപൂർവമായ നന്ദിയും കടപ്പാടും ആദ്യത്തെ ആഘോഷിക്കുന്നത് ഡോക്ടർ മാത്യു പറഞ്ഞ അസ്ഥിയാണ്. എല്ലാ മാസവും വൈകുന്നേരം ഒരു ദിവസം 7 മണിക്ക് ശിവസാറിന്റെ കൂട്ടി വീട്ടിൽ വന്ന് അവിടെ ഇരുന്ന് ഇതിൻ്റെ അടുത്ത മാസത്തെ പ്രവർത്തനത്തെ കഴിഞ്ഞ മാസം ജോലി ചെയ്തു, അടുത്ത മാസത്തൊക്കെയാണ് ചെയ്യാനുള്ളത്. അതുവരെയുള്ള കണക്കുകൾ നോക്കുക, അതിലുള്ള സർവേ സംബന്ധിക്കുക. ഇതിന് ഡോക്ടർ എത്ര സമയമില്ലെങ്കിലും അദ്ദേഹം സമയം കണ്ടെത്തി എല്ലാ മാസവും അവിടെ ഇത്തരം ആക്ടിവിറ്റികൾ ഡോക്ടറോടും ഉള്ള ഏറ്റവും ഉചിതമായ നന്ദി കടപ്പാട്. ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകി തന്നെ അനുഗ്രഹിച്ചത് പി കെ ഗുരുവായൂരാണ്. കോളേജിൻ്റെ പ്രസ്ഥാനമാണ് ഈ
തിയോളജിയൻ പ്രാസംഗികനാണ്. സീസൺ സഭയുടെ ബൈസെന്റനറി സെലിബ്രേഷൻസിൻ്റെ ചുക്കാൻ പിടിക്കുന്നതിലൂടെയാണ് അച്ഛനാണ്. അച്ഛനെ സംബന്ധിച്ച് സമയം എന്നുള്ളത് ഒരു പ്രയത്നമുള്ളതാണ്. ഇതിനിടയ്ക്കും അച്ഛൻ സമയം കണ്ടെത്തി തുടർന്ന് നൽകുകയും ഇന്ന് വളരെ മീനിങ്ഫുള്ളായിട്ടൊരു മെസ്സേജ് ഞങ്ങളോട് പറയുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള ഏറ്റവും ഹൃദയമായ സ്കോളേഴ്സ് വിതരണത്തിന് സഹായിച്ച ബഹുമാനപ്പെട്ട ജോർജ് ജോസിനെ രേഖപ്പെടുത്തുന്നു. ഈ ആർദ്രതാപത്തിനെ ശക്തിപ്പെടുത്തുന്ന ഇതിൻ്റെ സ്നേഹിതന്മാരാണ് വെൽവിഷേഴ്സാണ്. ഈ ഹോള് ഇനി നിറഞ്ഞ വെൽവിഷേഴ്സിനെ ഇതെത്തിയിരിക്കുന്നു. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണഭോക്താക്കളായി എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിപൂർവ്വം ഓർക്കുന്നു. അടുത്ത അധ്യയന വർഷം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 14 വർഷവും ഈ സീമസ് കോളേജിൻ്റെ ഗ്രേറ്റ് ഹോൾ എന്ന് പറഞ്ഞ കോളേജിൻ്റെ ആദ്യത്തെ ഹോളാണ്. ഏറ്റവും പുരാതനമായ ഹോളാണ്. ഏറ്റവും മനോഹരമായ ഹോളാണ്. ഇതിന് ₹1 പോലും വാടക വാങ്ങിക്കാതെ വളരെ സ്നേഹപൂർവ്വം ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി കാണിച്ച കോളേജിലെ പ്രിൻസിപ്പലിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഇവിടെ നന്ദി കൂടിയിരിക്കുന്നു. എല്ലാവരോടും രേഖപ്പെടുത്തുന്നു. ഞാൻ വാർത്തയിൽ താങ്ക് യു വെരി മച്ച്. അടുത്ത സമാപന പ്രാർത്ഥനയ്ക്കായി റവറൻഡ് ഫാദർ പി സി തോമസ് അച്ഛനെ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയും എന്ന സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തുന്ന പോലെ ദൈവം കൃപയിൽ അധിഷ്ഠിതമായി ക്രിസ്തുയേശുവിനുള്ള ഭാവം തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ്ലീഹ ആശംസിക്കുന്നതുപോലെ ക്രിസ്തുയേശുവിനുള്ള ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് ഈ ആർദ്രത ഫെലോഷിപ്പ് നടത്തുവാൻ സഹായിച്ച കൊലയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നാഥ, ഏഴകളും മണ്മയും ദോഷികളുമാകുന്ന ഞങ്ങൾക്ക് ദൈവം അനുവദിച്ചു തന്നിട്ടുള്ളതായ ആയുസ് ക്രിസ്തുവിന്റെ മനോഭാവത്തോട് നിറവേറ്റുവാൻ തക്കവണ്ണം മുഖാന്തരമായി ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ആർദ്രത ഫെലോഷിപ്പിന്റെ എല്ലാ പ്രവർത്തകരെയും അവിടെ നിന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതിൽ നിന്ന് പ്രയോജനം സ്വീകരിക്കുന്നതായ മക്കൾ ദൈവകൃപയുള്ളവരായിട്ട് അനേകർക്ക് നന്മ ചെയ്യുന്ന മക്കളായിട്ട് ആയിരിക്കുവാൻ തക്കവണ്ണം സഹായിക്കണം. കൂടെ ജീവിക്കണമേ. കൃപകളാൽ